അടുത്ത രാശിയാണ് കുംഭൻ രാശി. കുംഭൻ രാശിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവിട്ട അവസാനം ചതയം പൂരുരുട്ടാതി ആദ്യം. ഇവരെ സംബന്ധിച്ച് നല്ലതാണ്. 7ാം ഭാവത്തല്ലേ ആദിത്യൻ. എങ്കിലും ഭർത്താവ് ഭാര്യയായിട്ട് ഇത്തിരി ചെറിയ ഇതൊക്കെ ഇതാണ്. അതിനെന്ത് ചെയ്യണം വെച്ചാൽ ഐക്യമത്യ പുഷ്പാഞ്ജലി കഴിപ്പിക്കുക. വെള്ളിയാഴ്ച തോറും ഒരു 3-4 വെള്ളിയാഴ്ച ശിവക്ഷേത്രത്തിൽ ഐക്യമത്യ പുഷ്പാഞ്ജലി കഴിപ്പിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ ഇതൊക്കെ വരണമെങ്കിൽ ദശാപഹാര ചിത്രങ്ങൾ നോക്കിയിട്ട് വേണം. ദശാപഹാര ചിത്രങ്ങൾ മോശമാണെങ്കിൽ ഇതൊക്കെ സംഭവിക്കുള്ളൂ. നല്ലതാണൊന്നും സംഭവിക്കില്ല. നല്ല കാലങ്ങളൊക്കെ വരികയാണെങ്കിൽ ഒരു പ്രശ്നമില്ല. ഇത് ഗോചരത്തിനേക്കാളും കൂടുതലാണ് ദശാപഹാര ചിത്രങ്ങൾ. അതിനെ നോക്കിയിട്ടാണ് നമ്മൾ കൂടുതൽ പറയേണ്ടത്. ഇനി അടുത്ത മീനൻ രാശി. പുരുട്ടാതി അവസാനം ഉത്രട്ടാതി രേവതി. ഇവരെ സംബന്ധിച്ച് ജന്മശരിയാണ്. പക്ഷേ ആദ്യത്തിന് 6ൽ നല്ല വലിയ പ്രശ്നമൊന്നുമില്ല. 6ൽ ആദ്യത്തിന് വലിയ പ്രശ്നമൊന്നുമില്ല. ഇതാണ് ഈ രാശികളെപ്പറ്റി സംബന്ധിച്ച് പറയുന്നത്. ഇനി നമുക്ക് പറയേണ്ടത് നമ്മൾ സ്ത്രീകൾ പാലിക്കേണ്ട ചില കാര്യങ്ങൾ. സ്ത്രീ ലക്ഷ്മിയാണല്ലോ. മഹാലക്ഷ്മി ആവുന്നതും മൂദേവി ആവുന്നതും സ്ത്രീയാണ് അല്ലേ? ഒരു വീട്ടിലെ വിളക്ക് സ്ത്രീയാണ്. പുരുഷന്മാർക്ക് വിളക്കെത്തിക്കാൻ പാടില്ല എന്നല്ല പറയുന്നത്. സ്ത്രീകൾ ദിവസവും രാവിലെ കുളിക്കാൻ അസുഖമുള്ള വയ്യാതെ കുളിക്കാൻ പറ്റെങ്കിലും നമ്മൾ വസ്ത്രങ്ങളൊക്കെ മാറി ദേഹശുദ്ധി വരുത്തി നമ്മൾ ഒന്നുകിൽ പല്ലേച്ച് മുഖം കഴുകി സിന്ദൂരൊക്കെ അണിഞ്ഞിട്ട് വേണം അടുക്കളയിൽ കയറാൻ. അടുക്കളയിൽ കയറി കഴിയുമ്പോൾ ഇവരെപ്പോഴും കൃഷ്ണായ നമ എന്ന് പറഞ്ഞിട്ട് വേണം കയറാനായിട്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഓരോ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഓം നമോ നാരായണ ജപിച്ചുണ്ടാക്കുകയാണെങ്കിൽ ആ ഭക്ഷണങ്ങളിലൊക്കെ പ്രത്യേക പരിശുദ്ധി ഉണ്ടാവും. ഒരിക്കലും വേലക്കാരെ കൂടെ ഭക്ഷണം ഉണ്ടാക്കിക്കരുത്. കാരണം അവരുടെ മനസ്സിൽ ചിന്ത വേറെ ആയിരിക്കും. നമ്മളെപ്പോഴും നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിനുള്ള ഇപ്പം ആർക്കും ഉണ്ടാക്കാൻ നേരമില്ലല്ലോ. എല്ലാവരും സ്വിഗ്ഗി മറ്റേ സൊമാറ്റോ ഒക്കെ ഓർഡർ ചെയ്യല്ലേ ഇപ്പോൾ. എല്ലാത്തിലും ഉണ്ടല്ലോ, ഓർഡറാണല്ലോ. പക്ഷേ ശരിക്കും വേണം നമ്മുടെ കുടുംബത്തിൽ സ്ത്രീകൾ അരി ഇടുമ്പോഴും ശ്രദ്ധിക്കണം. അരി അടുപ്പത്തിടുമ്പോൾ സ്ത്രീകൾ തന്നെയാണ് ഇടുന്നത്. അത് നമ്മൾ പ്രാർത്ഥിച്ച് കൃഷ്ണായ നമ കൃഷ്ണായ നമ. പിന്നെ അന്നപൂർണേശ്വരി ചൊല്ലിയിട്ടൊക്കെ അത് പഴയ കാലത്ത് പഠിപ്പിച്ചതാണ്. അതൊക്കെ ഇടണം. അങ്ങനെ അരി തിളച്ച് പറയുമ്പോൾ അരി കഴുകി വെള്ളം എടുത്തിട്ട് അരി ഇടുമ്പോൾ 3 പ്രാവശ്യം നന്നായി പ്രാർത്ഥിച്ചിട്ടേ ഇടാവും. അല്ലാതെ കുറേ വെള്ളം അരിയും കൊണ്ടിട്ട് വയ്ക്കാൻ പാടില്ല. തെറ്റാതൊക്കെ. അങ്ങനെയൊക്കെ ചെയ്തു കഴിയുമ്പോൾ ആ കുടുംബത്തിൽ അന്നത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. യാതൊരു തടസ്സം. അന്നമുള്ള പ്രശ്നം, അന്നത്തിന് ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ ഇതെല്ലാം വളരെ ചുറ്റും. പിന്നെ ചില സ്ഥലങ്ങളിൽ ഈ നാഴി ഉണ്ടാവും. നാഴിയെ കമത്തി വയ്ക്കും. പാടില്ല. അത് നാഴിയിൽ എപ്പോഴും അരിയിട്ട് വയ്ക്കും. നാഴി പട്ടിണിയാക്കരുതെന്നാണ് പറയുക. നാഴിയില്ലെങ്കിൽ ഇപ്പോൾ അളവ് ഗ്ലാസ് എന്തെങ്കിലും ഉണ്ടാവുമല്ലോ അരി ഇളക്കാനായിട്ട്. വെറുതെ അരിയിടില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിട്ടയായിട്ട് നമ്മൾ ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ ഈ 1-ാം ദിവസങ്ങളിൽ കയ്പുള്ള സാധനം മേടിക്കരുത്. നെല്ലിക്ക കുഴപ്പമില്ല, നെല്ലിക്ക ലക്ഷ്മിയാണ്. പാവയ്ക്ക മേടിക്കരുത്. പാവയ്ക്കൊന്നും പാവയ്ക്ക കോവയ്ക്ക ഒന്നും മേടിക്കരുത്. കുമ്പളങ്ങ, പാവയ്ക്ക, കോവയ്ക്ക, കുമ്പളങ്ങ ഒന്നും 1-ാം ദിവസങ്ങളിൽ എൻ്റെ അച്ഛനൊന്നും മേടിപ്പിക്കാറില്ല കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്. പാവയ്ക്ക, കോവയ്ക്ക പിറന്നാളൊന്നും മേടിക്കില്ല. പാവയ്ക്ക, കോവയ്ക്ക, കുമ്പളങ്ങയൊന്നും പിറന്നാൾ മേടിക്കില്ല. അങ്ങനത്തെ സാധനങ്ങളൊന്നും നമ്മൾ മേടിക്കരുത് അന്നത്തെ ദിവസം വെള്ളരിക്ക മേടിക്കാം. പിന്നെ നോണൊക്കെ കഴിക്കുന്നത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അവർ എക്സെപ്ഷൻ കേസാണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചിട്ടയ്ക്ക് ഒരു കുടുംബത്തിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ വീട് ഐശ്വര്യമായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പൂജാമുറി മുൻവശമൊക്കെ എപ്പോഴും മഞ്ഞളും ഉപ്പും, ഒരു തരി ഉപ്പും, ഒരുപാട് ഇട്ടാൽ തേയിലൊക്കെ ചീത്തയായി, ഒരു തരി ഉപ്പും മഞ്ഞപ്പൊടിയും അത് ആക്കി വെച്ചിരുന്നാൽ മതി. അത് മഞ്ഞപ്പൊടി അതിലിടയ്ക്ക് ഇടുമ്പോൾ നമ്മൾ വെള്ളത്തിൽ കിണ്ടിയിലെ വെള്ളം ഉണ്ടാവുമല്ലോ തലേ ദിവസത്തെ, അതിലേക്ക് ഇട്ടാൽ മതി. പച്ചക്കർപ്പൂരമൊക്കെ ഇട്ട് നമ്മളത് കൊണ്ടുപോകുമ്പം അതിന് നമ്മൾ ഈ മഞ്ഞപ്പൊടി ഇടുമ്പോൾ പ്രാർത്ഥിക്കുന്നതാണ് ഗുരു ശരണം തവ ശരണം. സർവ്വഗുരുക്കന്മാരും നമ്മളെ അനുഗ്രഹിക്കണം. ഗുരു എന്ന് പറഞ്ഞാൽ മഹാദേവനാണോ, ദേവാദിദേവനാണ് മഹാഗുരു. അത് പ്രാർത്ഥിച്ചിട്ട് ഈ വെള്ളം തളിക്കുമ്പോൾ യാ ദേവി ബ്രഹ്മരൂപേണ നമസ്തസ്യേ നമോ നമ ചൊല്ലിയിട്ട് വേണം തളിക്കാൻ. മുൻവശത്തും ഉമ്മറപ്പടിയൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് വേണം വിളക്കെത്തിക്കാൻ. എന്നാലും അതിന് ലക്ഷ്മീ ദേവിയെ നമ്മൾ സ്വീകരിക്കുകയാണ്. ഉപ്പ് മഹാലക്ഷ്മിയാണ്, മഞ്ഞൾ മഹാലക്ഷ്മിയാണ്, പച്ചക്കർപ്പൂരത്തിൽ മഹാലക്ഷ്മി ഉണ്ട്. ഇതാണ് ഇതിൻ്റെയൊക്കെ ഒരു അർത്ഥം പറയണത്. അപ്പം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വയ്ക്കാം അതിനകത്ത്. കാരണം അതിനകത്ത് ജവാദ് പൊടി ഇടാം, എന്തൊക്കെ സുഗന്ധം ഇടാവോ അതൊക്കെ ഇടാം. ജവാദ് പൊടി ഇടാം, കല്ലുപ്പ്, മഞ്ഞപ്പൊടി, പച്ചക്കർപ്പൂരം ഇതൊക്കെ ഇട്ട് ഒരു കുപ്പിയിലാക്കി വെച്ചാൽ ഇത് ശകലം എടുത്തിട്ട് ഇതിലൊക്കെ ഒഴിച്ച് തലേ ദിവസം കിണ്ടിയിൽ വെക്കുന്ന വെള്ളത്തിനകത്ത് ഇതിട്ട് വെച്ചിട്ട് അടുത്ത ദിവസം ചെയ്താലും മതി. അപ്പം ഡെയിലി ഉപ്പ് നുള്ളാൻ നടക്കില്ല. കാരണം കല്ലുപ്പൊക്കെ വേറെ സ്ഥലത്തായിരിക്കും. അപ്പം ഈ രാവിലെ എഴുന്നേറ്റ് വിളക്കെത്തിക്കാന്ന് പറഞ്ഞ ചടങ്ങാണ്. അപ്പം അത് കാരണം എന്ത് ചെയ്യും, അതിൽ യോഗയും പ്രാക്ടീസൊക്കെ ഉള്ള ആൾക്കാരുണ്ടാവും. അതിനിടയ്ക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും. അപ്പം തലേ ദിവസം ഒരു ദിവസം ഏതെങ്കിലും ഒരു ദിവസം സമയമുള്ളപ്പോൾ ശുക്രഹോര ചെയ്തത് നന്നായിരിക്കും. അതൊക്കെ നോക്കണം. അത് നോക്കി ശുക്രഹോരയൊക്കെ നോക്കി ആ സമയത്തൊരു കുപ്പിക്കകത്ത് മഞ്ഞപ്പൊടി, കല്ലുപ്പ്, ജവാദ് പൊടി, ജവാദ് ആമസോണിൽ കിട്ടും, ജവാദ് പൊടി, പച്ചക്കർപ്പൂരം ഇതൊക്കെ ഇട്ട് വച്ചേക്കുക.
എന്നിട്ട് കിണ്ടിയിലെ വെള്ളം ഉണ്ടാവുമല്ലോ, കിണ്ടിയിലെ വെള്ളത്തിലേക്ക് മഞ്ഞപ്പൊടി ഇടണം, ദിവസവും ഇടണം. അതെ. അപ്പോൾ ഗുരുചരണം തപചരണം ഇട്ടിട്ടും ഈ വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് യാ ദേവി ബ്രഹ്മരൂപേണ നമസ്തസ്യേ നമസ്തേ നമോ എന്ന് പറഞ്ഞിട്ടാണ് തളിക്കാൻ. ഓക്കെ. അപ്പോൾ നമ്മളുടെ വീട്ടിലേക്ക് യാതൊരു നെഗറ്റീവും കയറി വരില്ല. ദൃഷ്ടിദോഷം വരിക എന്നൊക്കെ പറയില്ലേ, അതൊന്നും വരില്ല. അതിന് വേണ്ടിയിട്ടാണ് ചെയ്യണത്. അങ്ങനെയൊക്കെ ചെയ്യുന്നൊരു വീടുകളിൽ ഒരിക്കലും ദോഷം ഉണ്ടാവില്ല. 24 മിനിറ്റ് മുമ്പാണ് വിളക്കത്തിക്കേണ്ടത് സൂര്യോദയത്തിന്. ഇപ്പോൾ സൂര്യോദയം 6:18, നമ്മൾ ആലുവ ഈ ഭാഗത്തൊക്കെ 6:18. അപ്പോൾ അതിന് 24 മിനിറ്റ്, ഒരു 5:55 ആകുമ്പോൾ വിളക്കത്തിച്ചാൽ മതി. അങ്ങനെയാണ്. ഒരു അധികം നേരം കത്തിക്കൊന്നും വേണ്ട, 3/4 മണിക്കൂർ, ഒരു മുഹൂർത്തം മാത്രം ഇരുന്നാൽ മതി. 45 മിനിറ്റാണ് ഒരു മുഹൂർത്തം, അത്രയും മതി. അത് കഴിഞ്ഞ് നമുക്ക് വിളക്കെടുത്ത് വയ്ക്കാം. വിളക്ക് ഊർത്തിക്കെടുത്താൻ പാടില്ല, പുഷ്പം വെച്ച് വേണം കെടുത്താൻ. സർവമംഗളമംഗല്യേ ശിവേ ചൊല്ലിയിട്ടാണ് വിളക്കെത്തിക്കുന്നത്. കെടുത്താൻ നേരത്തും അതുപോലെ മന്ത്രങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ചെയ്തിട്ട് ചെയ്താൽ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. ഈ ഹോസ്പിറ്റലിൽ പോകണതും ആക്സിഡൻറ്റ് വരുന്നതും എല്ലാം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ശരി. സന്തോഷമായി. അപ്പോൾ ഈ പറയുന്ന സംഭവങ്ങൾ, അതായത് ഇപ്പോൾ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞില്ലേ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ഒരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മൾ സാധാരണ സ്ത്രീകൾ അവരുടെ കാര്യം നോക്കാറില്ല. മക്കൾക്ക് വേണ്ടി ജീവിക്കും, അച്ഛന് വേണ്ടി ജീവിക്കും, ഭർത്താവിനാണ്. അത് പാടില്ല. നമ്മളെപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം. അതായത് ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട്, നല്ല നല്ല കഴിവുള്ള ആൾക്കാരായിരിക്കും, പക്ഷേ അവരുടെ ഡ്രസ്സ് മുഴുവൻ വെള്ളവും അഴുക്കും ഒക്കെ ആയിരിക്കും. അത് തന്നെ തെറ്റാണത്. അപ്പോൾ അതിന് നമുക്കിപ്പോൾ ധാരാളം സംവിധാനങ്ങൾ. ആപ്രോൺ ഇട്ടാൽ പോരെ, ആപ്രോൺ ഇട്ട് അത് മാറ്റി വെച്ചാൽ പോരെ, പ്രശ്നം തീർന്നില്ലേ? അത് കഴുകിയിട്ടാൽ പിറ്റേ ദിവസം ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മളെപ്പോഴും ശരീരവും മുഖവും ഒക്കെ എപ്പോഴും ഐശ്വര്യമായിരിക്കും. അതുപോലെ വൈകുന്നേരം ആയാലും അതെ, നമ്മളെപ്പോഴും കുളിച്ച് നീറ്റായിട്ട് പൊട്ട് തൊട്ടോ നമ്മുടെ സുഗന്ധപൂരിതമായിരിക്കണം നമ്മളെപ്പോഴും. എങ്കിൽ മാത്രമേ മഹാലക്ഷ്മി നമ്മുടെ വീട്ടിലേക്ക് വരൂ. അതെ. സന്തോഷം. ഈ അമ്മ പറഞ്ഞ കാര്യങ്ങൾ വളരെ കറക്റ്റാണ്. അതായത് ഇപ്പം ലേഡീസ് ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളെന്ന് പറഞ്ഞ സമയത്ത് മുൻപ് മുതലേ പല ആൾക്കാരും ചെയ്തു വന്നുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. ഈ ഇടക്കാലങ്ങളിൽ വെച്ചിട്ട് പലരുടെയും ബിസി ലൈഫിൽ, ബിസി ഷെഡ്യൂളുള്ള സമയത്ത് പലതും വിട്ടുപോകാറുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ വളരെ പൂർണ്ണമായിട്ടും നല്ലൊരു സംഭവം മാത്രമേ വരുള്ളൂ. ഈ പറയുന്ന ചിങ്ങം 1 എല്ലാ കർക്കിടകത്തിൻ്റെ എല്ലാ വ്യസനങ്ങളും അല്ലെങ്കിൽ ദുഃഖങ്ങളും മാറി എല്ലാ പേർക്കും നല്ലത് മാത്രം വരട്ടെ. അതിലുപരി ഇപ്പം എല്ലാ പേർക്കും എല്ലാ അമ്പലങ്ങളിലും പോകാൻ പറ്റുന്നു വരുന്നില്ല. സോ പല എന്താ പറയുക, പല രീതിയിലുള്ള നമ്മൾ ഈ നേർച്ചകൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും പലരും. ഇപ്പം അമ്മ പറഞ്ഞ പോലെ രാവിലെ മഹാദേവൻ്റെ അമ്പലത്തിൽ പോയിട്ട് ഈ പറയുന്ന ധാര, ഇതൊക്കെ ചിലപ്പോൾ എല്ലാവർക്കും പറ്റണമെന്നില്ല. കഴിവതും എല്ലാ മാസവും ഗുരുവായൂർ ദർശനം നടത്തുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഗുരുവായൂർ ദർശനം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് അവരുടെ ദോഷങ്ങൾ മാറാനും ഐശ്വര്യം വർദ്ധിക്കാനും ഏറ്റവും വളരെ നല്ലതാണ്. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. നല്ലൊരു ചിങ്ങം 1 ആകട്ടെ. നന്ദി, നമസ്കാരം. നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാക് ജ്യോതിഷം നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏത് തരം ജ്യോതിഷപരമായ, പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാക് ജ്യോതിഷത്തിലെ കൺസൾട്ടൻറ്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. അതിലുപരി ജ്യോതിഷപരമായ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല. താങ്ക് യു.